ഹലോ, ഇന്ന് ഞാൻ എൻ്റെ കുട്ടീസുമൊത്തുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ് ഇന്ന് സ്കൂളിലെ. ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സും തന്നെ കുട്ടികൾക്കായിട്ട് കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് ഇന്ന് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാനും എൻ്റെ കുട്ടികൾക്കായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര ചെറുതാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ക്യൂട്ടായിട്ടുള്ള ഈ ഒരു സംഭവം ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഭയങ്കര ഹാപ്പിയോട് കൂടിയിട്ടാണ് കേട്ടോ അവരത് വാങ്ങിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അവർക്കിന്ന് ക്ലാസ് ടീച്ചേഴ്സിൻ്റെ വകയും ഗിഫ്റ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇത് കൊടുത്തപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിവിടെ 120ഓളം കുട്ടികളുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ഗിഫ്റ്റ്സൊക്കെ അവർക്ക് കൊടുക്കാറുണ്ടെങ്കിൽ കൂടിയിട്ട് ഈ ലാസ്റ്റ് ഡേയിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഈ ഗിഫ്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ചോക്ക് പീസെങ്കിലും ടീച്ചറുടെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ക്ലാസ്സിൽ അങ്ങനെ ഇരുന്ന് കുറേ ദിവസങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ കാലത്തൊന്നും ഇങ്ങനെയുള്ള ഗിഫ്റ്റ്സുകളോ കാര്യങ്ങളോ ഒന്നും ടീച്ചേഴ്സ് നമുക്ക് തരാറുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ അനുഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളൊക്കെ പഠിച്ച കാലത്ത് അങ്ങനെയായിരുന്നു. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ അറിയുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റുകളോ കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ക്ലാസ്സിൽ 1-2 കുട്ടികൾക്ക് മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ ഏതൊരു കുട്ടിക്കാണെങ്കിലും അവർക്ക് കൊടുക്കേണ്ടതായ ഒരു പരിഗണന കൊടുത്തുകൊണ്ടാണ് ടീച്ചേഴ്സും തന്നെ കുട്ടികളോട് പെരുമാറുന്നത്. എന്തെങ്കിലും ചെറിയൊരു ഐറ്റം മതി, അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ടീച്ചറുടെ കയ്യിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഓരോ ക്ലാസ്സിൽ ഞാൻ ചെന്ന സമയത്തും ഓരോരുത്തരുടെ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നത് നമുക്കും ഭയങ്കര സന്തോഷമാണ്. കിട്ടുന്ന അവർക്ക് അതിലേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് ടീച്ചേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കുട്ടികളോട് പെരുമാറുന്നതും. നമുക്ക് ഒരുപാട് വീഡിയോസും മറ്റൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വലിയ കാര്യമൊന്നുമല്ല, വലിയ സംഭവമൊന്നുമല്ല എങ്കിലും അവരുടെ സന്തോഷം കാണുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ മക്കൾസിനും ഈ ഒരു ഗിഫ്റ്റ്സ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവസാനത്തെ ഒരു ഡേ ആണ് ഇന്ന്. നമ്മുടെ സ്കൂളിൽ പല പ്രോഗ്രാമുകൾ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുട്ടികൾക്കെല്ലാം ഗിഫ്റ്റൊക്കെ കൊടുത്ത് തീർത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര എക്സ്പ്രഷൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈമിലുള്ളത്. ക്ലാസ് ടീച്ചേഴ്സിൻ്റെ വകയുള്ള ഗിഫ്റ്റൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളാണെങ്കിൽ തിരിച്ചും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർക്ക് ചെറിയൊരു പേരയാണെങ്കിൽ പോലും അവർ ടീച്ചേഴ്സിനായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുതരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളത് സ്വീകരിക്കുന്ന ടൈമിലും. അപ്പോൾ ഇപ്പോഴത്തെ സ്കൂളും ക്ലാസ്സും വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.